ഹായ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് യുവർ സെൽഫ് എന്ന് പറയുന്ന ആ ഒരു റിഫ്ലെക്സീവ് പ്രോനൗണുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചില എക്സ്പ്രഷൻസ് ആണ്. ഓക്കെ, അപ്പൊ യുവർ സെൽഫ് എന്ന് പറയുമ്പോഴേക്കും അത് നീ തന്നെ എന്നുള്ള ഒരർത്ഥമാണ് അല്ലെ, നീ തന്നെ. അപ്പൊ യുവർ സെൽഫ് എന്ന് പറയുന്ന ഈ ഒരു വാക്കുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ചില എക്സ്പ്രഷൻസ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ആദ്യത്തെ ഒരു ഫ്രേസ് ആണ് ബി യുവർ സെൽഫ്. ബി യുവർ സെൽഫ് എന്ന് പറഞ്ഞാല് ബിഹേവ് നാച്ചുറലി, അതായത് നിങ്ങൾ ആയിരിക്കുന്ന രീതിയിൽ പെരുമാറുക എന്നാണ്. നിങ്ങൾ എന്താണോ ആയിരിക്കുന്നത് ആ രീതിയിൽ തന്നെ ആയിരിക്കുക എന്നാണ് ബി യുവർ സെൽഫ് എന്ന എക്സ്പ്രഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബി യുവർ സെൽഫ് എന്ന ആ ഫ്രേസ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് പഠിക്കാം. ഡോണ്ട് പ്രിറ്റൻഡ് ടു ബി സംതിങ് എൽസ്, ബി യുവർ സെൽഫ്. ഡോണ്ട് പ്രിറ്റൻഡ് ടു ബി സംതിങ് എൽസ്, അതായത് മറ്റെന്തോ ആണെന്ന് ഭാവിക്കരുത്, നീ ആയിരിക്കുക. അതാണ് ഡോണ്ട് പ്രിറ്റൻഡ്. പ്രിറ്റൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വേറെ എന്തെങ്കിലും ആണെന്ന് ഭാവിക്കുന്നതിനെയാണ് നമ്മൾ പ്രിറ്റൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഡോണ്ട് പ്രിറ്റൻഡ് ടു ബി സംതിങ് എൽസ്, ബി യുവർ സെൽഫ്. ഇനി എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും നീ ആയിരിക്കണം. എങ്ങനെ പറയും? ബി യുവർ സെൽഫ് ഇൻ ഓൾ ദ സിറ്റുവേഷൻസ്. ബി യുവർ സെൽഫ് ഇൻ ഓൾ ദ സിറ്റുവേഷൻസ്. എല്ലാ സാഹചര്യങ്ങളും നീ ആയിരിക്കുക. നമ്മൾ ചില സാഹചര്യങ്ങളിൽ നമ്മളെ തന്നെ മറന്നു പോകും അല്ലെ. അപ്പൊ ആ മറന്നു പോയി കഴിയുമ്പോഴേക്കും വേറെ ആരെങ്കിലും നമ്മളോട് പറയും, നിന്റെ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചു വാ അല്ലെ, നീ ഒന്ന് ഇരുന്ന് ചിന്തിക്കുന്നൊക്കെ പറയൂലേ. അതാണ് കം ടു യുവർ സെൽഫ്. കം ടു യുവർ സെൽഫ് എന്ന് പറഞ്ഞാല് ഗെറ്റ് ബാക്ക് ടു യുവർ നോർമൽ സ്റ്റേറ്റ്. ഗെറ്റ് ബാക്ക് ടു യുവർ നോർമൽ സ്റ്റേറ്റ്, അതായത് നിന്റെ പഴയ അവസ്ഥയിലേക്ക് നീ തിരിച്ചു വരിക. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയേക്കണം. അപ്പൊ ഇന്റർവ്യൂ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കൂല. അപ്പൊ അതുകൊണ്ട് ചിലർ നമ്മളോട് പറയും, എന്ത് പറയും? യു ആർ സ്ട്രെസ്ഡ് ഔട്ട്, ട്രൈ ടു കം ടു യുവർ സെൽഫ് ബിഫോർ ദി ഇന്റർവ്യൂ. യു ആർ സ്ട്രെസ്ഡ് ഔട്ട്, ട്രൈ ടു കം ടു യുവർ സെൽഫ് ബിഫോർ ദി ഇന്റർവ്യൂ. നിന്റെ സ്വഭാവം സാധാരണഗതിയിൽ നീ പെരുമാറുന്നത് പോലെയല്ല. അപ്പൊ നീ നിന്റേതായിട്ടുള്ള രീതിയിൽ നീ പഴയതുപോലെ പെരുമാറുക എന്നെങ്ങനെ പറയും? യു ആർ നോട്ട് യുവർ സെൽഫ് ടുഡേ. യു ആർ നോട്ട് യുവർ സെൽഫ് ടുഡേ. നീ അല്ല ഇന്നത്തെ ദിവസം. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ നിന്റെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരിക. കം ടു യുവർ സെൽഫ്. യു ആർ നോട്ട് യുവർ സെൽഫ് ടുഡേ, കം ടു യുവർ സെൽഫ്. അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് നമുക്ക് നമ്മുടെ കഴിവുകളിലും അതുപോലെ നമ്മളിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴേക്കും പറയുന്നതാണ് എന്ത്? ഡൗട്ട് യുവർ സെൽഫ് എന്ന് അല്ലെ. നീ നിന്നെ തന്നെ സംശയിക്കുന്നു എന്ന് വെച്ചാല് നമുക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിനെയാണ് ഡൗട്ട് യുവർ സെൽഫ്. ഡോണ്ട് ഡൗട്ട് യുവർ സെൽഫ്. നീ നിന്നെ തന്നെ ഡൗട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബിലീവ് ഇൻ യുവർ എബിലിറ്റീസ് എന്നാണ് അതിന്റെ അർത്ഥം. ബിലീവ് ഇൻ യുവർ എബിലിറ്റീസ് ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്. അപ്പോ ഡൗട്ട് യുവർ സെൽഫ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്ന ലാക്ക് ഓഫ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ് ആൻഡ് ഇൻ യുവർ എബിലിറ്റീസ്. നിങ്ങൾക്ക് നിങ്ങളിലും നിങ്ങളുടെ കഴിവുകളിലും വിശ്വാസം നഷ്ടപ്പെടുന്നതിനെയാണ് ഡൗട്ട് യുവർ സെൽഫ് എന്ന് പറയുന്നത്. യു ആർ സോ ഡിപ്പെൻഡന്റ് ഓൺ അതേഴ്സ് ബിക്കോസ് യു ഡൗട്ട് യുവർ സെൽഫ്. യു ആർ സോ ഡിപ്പെൻഡന്റ് ഓൺ അതേഴ്സ് ബിക്കോസ് യു ഡൗട്ട് യുവർ സെൽഫ്. അതായത് നിനക്ക് നിന്റെ കഴിവുകളിലും നിന്നിൽ തന്നെയും വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് നീ മറ്റുള്ളവരെ ഇങ്ങനെ അമിതമായിട്ട് ആശ്രയിക്കുന്നത്. യു ഷുഡൻ മൈൻഡ് വാട്ട് പീപ്പിൾ സേ. ആളുകൾ എന്ത് പറഞ്ഞാലും നീ അത് മൈൻഡ് ചെയ്യണ്ട. യു ഷുഡ് നോട്ട് ഡൗട്ട് യുവർ സെൽഫ്. നീ ഒരിക്കലും മറ്റുള്ളവർ പറയുന്നത് കേട്ട് അത് മൈൻഡ് ചെയ്ത് നിന്നിൽ തന്നെയും നിന്റെ കഴിവുകളിലും വിശ്വാസമില്ലാത്തവരാകരുത്, അല്ലെ, വിശ്വാസമില്ലാത്ത വ്യക്തി ആകരുത് എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് ഫ്ലാറ്റർ യുവർ സെൽഫ്. ഫ്ലാറ്റർ യുവർ സെൽഫ്, അതായത് ഫ്ലാറ്റർ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ലി ബിലീവ് ദാറ്റ് യു ആർ ബെറ്റർ ദാൻ അതേഴ്സ്. നിങ്ങൾ മറ്റുള്ളവരെക്കാളും വളരെ മെച്ചപ്പെട്ടതാണെന്ന് വെറുതെ അങ്ങോട്ട് വിശ്വസിക്കുക. ശരിക്കും ഉള്ളതല്ല, വെറുതെ നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കി സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി വിശ്വസിക്കുന്നതാണ് ഇത്. ഫ്ലാറ്റർ യുവർ സെൽഫ്. യു ഡോണ്ട് സിങ് ആസ് ഐ ഡു. യു ഡോണ്ട് സിങ് ആസ് ഐ ഡു. എന്നെ പോലെ നീ നന്നായിട്ട് പാടൂല, എന്നെ പോലെ നീ പാടൂല. ഡോണ്ട് ഫ്ലാറ്റർ യുവർ സെൽഫ്. അതുകൊണ്ട് നീ അങ്ങനെ നീ പാടാറില്ല, അതുകൊണ്ട് നീ അങ്ങനെ ഒരു ഫോൾസ് ഇമാജിനേഷൻ നിന്നെ പറ്റി ഉണ്ടാക്കണ്ട എന്നാണ് ഇതിനർത്ഥം. യു ഡോണ്ട് സിങ് ആസ് ഐ ഡു. ഡോണ്ട് ഫ്ലാറ്റർ യുവർ സെൽഫ്. ഇഫ് യു ഫ്ലാറ്റർ യുവർ സെൽഫ് ഇൻ ദിസ് വേ,
you will get into more serious problems. If you flatter yourself in this way, you will get into more serious problems. നീ നിന്നെ തന്നെ ഇങ്ങനെ ഫോൾസിഫൈ ചെയ്ത്, അതായത് ഫോൾസിഫൈ ചെയ്തിട്ട് ഒരു വളരെ മെച്ചപ്പെട്ടതാണെന്ന് നീ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നീ വലിയ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്, വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. നീ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നീ അങ്ങനെ ആകും. If you flatter yourself in this way, you will get into more serious problems. നീ നിന്റെ പഴയ അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെടാനുണ്ട്, ആ രീതിയിൽ ഉപയോഗിക്കുന്നു. അതായത് പഴയ അവസ്ഥയിൽ കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കയ്യിലുള്ളത്, അപ്പൊ അതിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ടു, നിന്റെ പ്രായത്തിനനുസരിച്ച് കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ് ഗെറ്റ് ഓവർ യുവർ സെൽഫ്. ഗെറ്റ് ഓവർ യുവർ സെൽഫ്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ നോക്കാം. You need to grow up a bit and get over yourself. You need to grow up a bit. നിനക്ക് കുറച്ചുകൂടി വളരാനുണ്ട്, നീ കുറച്ചും കൂടി വളരണം ഞങ്ങളുടെ ഒക്കെ പോത്തണമെങ്കിൽ എന്നറിയില്ലേ. യു നീഡ് ടു ഗ്രോ അപ്പ് എ ബിറ്റ് ആൻഡ് ഗെറ്റ് ഓവർ യുവർ സെൽഫ്. ആ രീതിയിൽ നിനക്ക് പഴയതിൽ നിന്ന് മെച്ചപ്പെട്ട രീതിയിൽ ആയിത്തീരാനായിട്ട് സാധിക്കും. എപ്പോഴും കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ പറയണേ, കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ ഇങ്ങനെ കംപ്ലൈന്റ് പറയുന്നത്. അപ്പൊ ഇപ്പൊ നീ കുറച്ചും കൂടി വലുതായി, അപ്പൊ നിന്റെ കംപ്ലൈന്റിങ് ഒക്കെ നിർത്തി നിന്റെ ആ ഏജിനനുസരിച്ച് പെരുമാറും എന്ന് പറയുന്ന ഒരു സെന്റൻസ് ആണിത്. ജസ്റ്റ് ഗെറ്റ് ഓവർ യുവർ സെൽഫ് ആൻഡ് സ്റ്റോപ്പ് കംപ്ലൈനിങ്. ജസ്റ്റ് ഗെറ്റ് ഓവർ യുവർ സെൽഫ് ആൻഡ് സ്റ്റോപ്പ് കംപ്ലൈനിങ്. നീ നിന്റെ പഴയ രീതിയിൽ നിന്ന് മാറി എന്ത് ചെയ്യണം? സ്റ്റോപ്പ് കംപ്ലൈനിങ്. അതായത് കൊച്ചു കുട്ടിയായിരുന്നപ്പോ നീ കംപ്ലൈൻ ചെയ്തു, പക്ഷെ ഇപ്പൊ ഇനി കംപ്ലൈൻ ചെയ്യാൻ പോകരുത്, കുറച്ചുകൂടി പക്വതയോടുകൂടി പെരുമാറുക എന്നാണ് ഇതിനർത്ഥം. അടുത്ത ഒരു എക്സ്പ്രഷൻ ആണ് ഹെൽപ്പ് യുവർ സെൽഫ്. ഹെൽപ്പ് യുവർ സെൽഫ് എന്ന് വെച്ചാല് നമ്മള് മറ്റൊരാളുടെ ഒരു പെർമിഷൻ കാത്തു നിൽക്കാതെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഹെൽപ്പ് യുവർ സെൽഫ്. ദ ലഞ്ച് ഈസ് ഓൺ ദ ടേബിൾ, പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. ലഞ്ച് ടേബിളിൽ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇനി അത് എടുത്തു തരാനായിട്ട് ഇനി ആരെയും കാത്തു നിൽക്കണ്ട, നീ സ്വന്തമായിട്ട് തന്നെ എടുക്കുക എന്നാണ് ഇതിനർത്ഥം. ദ ലഞ്ച് ഈസ് ഓൺ ദ ടേബിൾ, പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. ദർ ഇസ് സംതിങ് ഇൻ ദ ഫ്രിഡ്ജ്, പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. ദർ ഇസ് സംതിങ് ഇൻ ദ ഫ്രിഡ്ജ്, പ്ലീസ് ഹെൽപ്പ് യുവർ സെൽഫ്. അതായത് ഫ്രിഡ്ജിൽ എന്തോ ഉണ്ട്, നിനക്ക് വേണമെങ്കിൽ അത് എടുക്കാം, പെർമിഷൻ ഇല്ലാതെ സ്വന്തമായിട്ട് എടുക്കാം എന്നാണ് ഇതിന്റെ അർത്ഥം. അടുത്ത ഒരു എക്സ്പ്രഷനാണ് കീപ് ടു യുവർ സെൽഫ്. അതായത് കീപ് ടു യുവർ സെൽഫ് എന്ന് വെച്ചാൽ നിനക്ക് സ്വന്തമായിട്ട് സംരക്ഷിക്കാം എന്നുള്ള രീതിയിൽ, സ്വന്തമാക്കാം എന്നുള്ള ഒരു എക്സ്പ്രഷനാണ് കീപ് ടു യുവർ സെൽഫ്. അപ്പൊ ഇതിന്റെ സെന്റൻസുകൾ നോക്കാം. ഡോണ്ട് ഗോ വിത്ത് ഫ്രണ്ട്സ് വെരി ഓഫൺ, ഓൾവേസ് ബി കെപ്റ്റ് ടു യുവർ സെൽഫ്. ഡോണ്ട് ഗോ വിത്ത് ഫ്രണ്ട്സ് വെരി ഓഫൺ. അതായത് ഫ്രണ്ട്സുമായിട്ട് എപ്പോഴും കറങ്ങാനായിട്ട് പോകാതിരിക്കുക. അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം? പ്ലീസ് ബി കെപ്റ്റ് ടു യുവർ സെൽഫ്. നീ നിന്റെ കാര്യം നോക്കി, നീ നിന്നെ തന്നെ നോക്കി നിന്റെ വീട്ടിൽ തന്നെ ഇരിക്കുക. അതായത് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബി കെപ്റ്റ് യുവർ സെൽഫ് ആൻഡ് സ്റ്റേ അറ്റ് ഹോം. വീട്ടിലായിരിക്കുക. യു വർ വെരി ഷൈ ആൻഡ് കെപ്റ്റ് യുവർ സെൽഫ്. യു വർ വെരി ഷൈ ആൻഡ് കെപ്റ്റ് യുവർ സെൽഫ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നീ ഭയങ്കര നാണക്കാരനും നീ നിന്നെ തന്നെ നിന്നിലേക്ക് ഒതുക്കുന്ന ഒരാളുമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. യു വർ വെരി ഷൈ ആൻഡ് കെപ്റ്റ് യുവർ സെൽഫ്. ഇത്രയും ഫ്രേസുകളാണ് നമുക്ക് ഇന്ന് യുവർ സെൽഫുമായിട്ട് ചേർത്ത് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചു. അപ്പൊ ഇതെല്ലാം സെന്റൻസുകളിലായിട്ട് ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.